ഒരുമാതിരി ചന്തക്കാരി പെണ്ണുങ്ങളുടെ പോലെ രണ്ടും കൽപ്പിച്ച് അവിടെ ഇറങ്ങിയിരിക്കുക. തറവാട്ടി പറഞ്ഞതിന്റെ യാതൊരു ലക്ഷവും കാണുന്നില്ല. Come with me for a Tinder date gone wrong. So last 2 വീഡിയോസിൽ ഞാൻ ടിൻഡറിൽ നിന്ന് പരിചയപ്പെട്ട ഒരു ബോയുടെ കൂടെ ഡേറ്റിന് പോയതായി കണ്ടു. ആൻഡ് ഹി ആസ്ക്ഡ് മീ അഗൈൻ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? സോ ഈ വട്ടം ഞാൻ ആളെ ഗ്രീൻ ഫ്ലാഗ് ആണെന്ന് അറിയാനും ആളുടെ മനസ്സിൽ എന്താണെന്ന് അറിയാനും കുറച്ച് ശ്രമങ്ങൾ നടത്തി. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി. ആൾ എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. എപ്പോഴും ഇതിന് തിന്നണം. തിന്നുമ്പോ ഈ ചെറുക്കൻ വായി വെച്ച് കൊടുക്കണം. അതാണ് ഈ കൊച്ചിന്റെ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. മനസ്സിലായോ? തീറ്റ വാരി വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പയ്യനായിരിക്കണം. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങ. അപ്പൊ ആ 2 ടെസ്റ്റും പാസ്സായി. ആള് പിന്നെ ഫുൾ ടൈം എന്റെ ബാഗ് ക്യാരി ചെയ്യുക. ആ ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലുലു മോളിൽ പോയിട്ട് അവിടെ വെസ്റ്റ് സൈഡിൽ പോയിട്ട് കുറച്ച് ക്ലോത്ത്സ് ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഡിസൈഡ് ചെയ്തു. ഈ 2 ഡ്രസ്സാണ് ഞാൻ എടുത്തത്. 799 ഈച്ച് ആണ്. എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമായി. ഇത് ഫസ്റ്റ് റെഡ് വൺ ആണ്. ആൻഡ് അടുത്തത് വരുന്നതെന്ന് വെച്ചാൽ ബ്ലാക്ക് ആയിരുന്നു. എനിക്ക് രണ്ടും ഒരേപോലെ ഇഷ്ടമായി. ഐ വാസ് വെരി കൺഫ്യൂസ്. ആൻഡ് അവസാനം ഞാൻ റെഡ് ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു. ആൻഡ് എന്നെ സർപ്രൈസ് ചെയ്തു. ഒരു 3 ആള് വെയിറ്റ് ചെയ്തു. ആളെ ലിറ്ററലി ബ്ലാക്ക് മൂഡ് എടുത്ത് എന്റെ കയ്യിൽ വെച്ച് തന്നു. ആൻഡ് ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. അതെന്തായാലും നന്നായി. ഈ കൊച്ചെങ്ങാനും അങ്ങോട്ട് കൊണ്ട് ചോദിച്ച് ഇതാണോ നല്ലതെന്ന് ചോദിച്ചിരുന്നെങ്കിൽ ആ ചെറുക്കം പെട്ടുപോയനെ. വട്ടത്തിനും ത്രികോണത്തിലും. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പില് ജോർജ് സാർ ഇങ്ങനെ നിക്കുന്നുണ്ടേലേ, നീ ജോർജ് സാറിനെ ഇനിയും കുറെ അറിയാനുണ്ട്. ടോട്ടൽ 1500 ആ ഷോപ്പിംഗ് ടെസ്റ്റും കൂടെ ആള് പാസ്സായി. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടമാണ് ആൾക്കറിയാം. അവിടെ ആൾ ചോക്ലേറ്റ് എനിക്ക് മേടിച്ചു തന്നു. വിച്ച് വാസ് എഗെയിൻ ചോക്ലേറ്റ് ടെസ്റ്റ് പാസ്സായി. അത് കഴിഞ്ഞിട്ട് ആൾ എനിക്ക് ബർഗർ മേടിച്ചു തന്നു. 110 rupees. ഫുഡ് ടെസ്റ്റും പാസ്സായി. അത് കഴിഞ്ഞിട്ട് ഫുഡ് ടെസ്റ്റോ? നിന്നോട് ഞാൻ രാവിലെ പറഞ്ഞല്ലേ ഈ പോത്തിനോട് ഇറക്കി വിടണമെന്ന്. ഈ പോത്തിനെ ഞാൻ ഇറക്കി വിടാൻ പോയപ്പോ ഇങ്ങനെ കാണിച്ചിട്ട് വിശക്കണെന്ന് പറഞ്ഞു. അതെന്തൊരു ടെസ്റ്റ്? ടെസ്റ്റ് പോലെയാണോ ഇത്? ഫുഡ് ടെസ്റ്റാ? അതെന്തൊരു ടെസ്റ്റ് അത്? എന്റെ ദൈവമേ, എന്തെല്ലാം ജാതി ടെസ്റ്റുകളാണിപ്പോ. ഹെൽത്ത് ടെസ്റ്റ് ആണ്. ഈ ആൾ എനിക്ക് വേണ്ടി 0 sugar ആണ് ചൂസ് ചെയ്തത്. ഹെൽത്ത് ടെസ്റ്റ് പാസ്സായി. 0 sugar കൂച്ചാൻ കുടിക്കുന്ന വെള്ളം എടുത്തു കൊടുക്കുന്ന ഹെൽത്ത് ടെസ്റ്റാ? എടാ, എനിക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെയാണ് ഹെൽത്ത് ടെസ്റ്റ് ആയിട്ട് അറിയാവുന്നത്. ഇത് എന്തൊരു ഹെൽത്ത് ടെസ്റ്റ് ഇത്? എങ്ങനെയുണ്ടടി? എനിക്ക് കിട്ടണില്ല. ഇത് കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ എന്റെ കയ്യിൽ എടുത്ത് വെച്ചിരുന്നു. പിന്നെ അവിടെ ഞാൻ ഹണി കേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ അതും മേടിച്ചോളാൻ പറഞ്ഞു. ഈ കാണുന്ന പഞ്ചാരക്ക് പെങ്കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തിരുന്ന നിന്റെ അവൻ എങ്ങനെയാണ് ഈ ഹെൽത്ത് ടെസ്റ്റ് പാസ്സാകുന്ന മന്ദബുദ്ധി? പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. ബട്ട് ഞാൻ പറയുന്നു, ഇതുപോലൊരു നശിച്ച ജോലി എനിക്ക് വയ്യത്. എനിക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാ ആളുടെ കൊടുത്തു. ഫൈനൽ ടെസ്റ്റ് ആണ്. ആളെന്നെ പൈസ അടയ്ക്കുന്നുണ്ടോ ടെസ്റ്റ്? ആ ടെസ്റ്റ് എനിക്ക് മനസ്സിലായി. ഇത് അങ്ങോട്ടാണല്ലോ പോകുന്നത്. സോപ്പിട്ടോ, പക്ഷെ പതപ്പിക്കരുത്. സ്പ്ലിറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. ബിൽ ടെസ്റ്റും പാസ്സായി. പിന്നെ ഒരു കേക്കും കൂടെ മേടിച്ചു. 90 rupees ആയിരുന്നു. വിച്ച് വാസ് വെരി യമ്മി. ബട്ട് നമ്മൾ തിരിച്ചു പോകണ ഒരു മെട്രോയിൽ വെച്ചിട്ട് ആളെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിക്കാൻ വേണ്ടി നോക്കി. അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. അതെനിക്കിഷ്ടമില്ല. അതെ, കൈക്ക് സുഖമില്ലാത്തതുകൊണ്ടാ പിടിക്കാത്തത് കേട്ടാ. അല്ലെങ്കിൽ കൈന്റെ പിടിക്കുമല്ലേ? അയ്യോ, ഫസ്റ്റ് ടച്ച് ആയിരുന്നു. എനിക്കത് ഭയങ്കര നാണം വന്നു. ബട്ട് ഓൾ ടുഗദർ ഇറ്റ് വാസ് വെരി ഫൺ. പിന്നെ ആളിന്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി. അത് നല്ലൊരു ടെസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ഈത്തപ്പഴം ഏത്തപ്പഴം തീറ്റിക്കൽ ടെസ്റ്റ്. അത് അവന്റെ വക അവൻ ചെയ്തൊരു ടെസ്റ്റ് ആണ്. മുതലെടുക്കണേണ സജി, കൊതിയുണ്ടാടാ. അവനൊറ്റ ടെസ്റ്റേ ചെയ്ത് നോക്കിയിട്ടുള്ളൂ, ഏത്തപ്പഴം തീറ്റിക്കൽ ടെസ്റ്റ്. അത് അവനത് പാസ്സായെന്നാണ് എനിക്ക് ബോയ്സ് ഒക്കെ ഗ്രീൻ ഫ്ലാഗ് ആണോ എനിക്കറിയില്ല. അവന്റെ ടെസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്റെ ടെസ്റ്റ് കൊള്ളാടാ പോലെ. നല്ല സൂപ്പർ ടെസ്റ്റ്. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.